പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 6-ാം തീയതി ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് ദൈവം നമ്മളെ സൂക്ഷിച്ചു. നമ്മുടെ യാത്രകളിൽ കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി വന്നപ്പോൾ കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നു. ആമേൻ. നമ്മൾ ജോലിക്ക് പോയപ്പോഴും വന്നപ്പോഴും കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നു. നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്തോ അവിടെ എല്ലാം കർത്താവ് നമ്മളെ കരുതിയതിന് നമ്മുടെ കാര്യങ്ങൾ ഉയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ അത്ഭുതമായി കർത്താവ് നടത്തുന്നതിന് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മളെ ഉള്ളംകൈയിൽ വരച്ച് നമ്മളെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ കൃപയെ ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ആമേൻ. 95-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ പാറയ്ക്ക്, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധി ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ കർത്താവിനെ ഘോഷിക്കുക. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കണം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി നസറേനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഇന്ന് അത്ഭുതം സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്തിൻ്റെ അവസ്ഥകൾ മാറി നിൽക്കട്ടെ. ആങ്കിൾ ജോയിൻറ്റിൽ നീര് വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ നീർക്കെട്ടിന് കാരണമായത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങളുടെ കൈവച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ സ്വെല്ലിങ് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കാലുകൾ സ്വതന്ത്രമാകട്ടെ. അതുകൂടാതെ കാലിൻ്റെ ഹീലിന് പെയിനായിട്ട് നടക്കുവാൻ പ്രയാസം അനുഭവപ്പെടുന്നവർ ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങനെ അത്ഭുത പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഇടവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനി നാളുകൾ അധികമില്ല. ആമേൻ. ഡോക്ടർമാർ പറഞ്ഞു നിങ്ങളുടെ നാളുകൾ അധികമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കേസുകളിൽ മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടി ഇന്ന് പ്രഭാതം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ആ മരണം മാറിപ്പോകട്ടെ. ഞങ്ങൾ അവരിലേക്ക് ജീവനെ റിലീസ് ചെയ്യുന്നു. ആ മരണം മാറിപ്പോകട്ടെ. ജീവനെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ആരോഗ്യവും ആയുസ്സും ദൈവകൃപയും ഉണ്ടാകട്ടെ. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയിട്ടിരിക്കുന്നവരുണ്ട്, 12th എക്സാം എഴുതിയിട്ടിരിക്കുന്നുണ്ട്. സ്വപ്നം കാണുന്നത് പോലെ അവർക്കൊരു അത്ഭുത റിസൾട്ട് കൊടുക്കണം. ദൈവവചനത്തിൽ പറഞ്ഞല്ലോ, യഹോവ ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു എന്ന് ജാതികൾ പറയുന്നത് പോലെ ഒരത്ഭുത റിസൾട്ട് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നുപോലും കൈവിടപ്പെട്ടു പോകല്, ഒന്നുപോലും നഷ്ടപ്പെട്ടു പോലെ, ഒന്നും അങ്ങിൽ നകന്നു പോകാനിട വരാതെ എല്ലാവരും അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ കർത്താവ് സഹായിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേക പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കണമേ. ആരോഗ്യം കൊടുക്കണമേ. സൗഖ്യം കൊടുക്കണമേ. സമാധാനം കൊടുക്കണമേ. ദൈവകൃപ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ. ദേശത്ത് സമാധാനമുണ്ടാകട്ടെ. യുദ്ധശ്രുതികൾ മാറിപ്പോകട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അഭിഷക്തന്മാരെ ഞങ്ങൾ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ പൊതിയണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ നാളെ ഇന്ത്യൻ സമയം 9:30 നമുക്ക് വീണ്ടും മീറ്റിംഗ് ഉണ്ടാകും. ഇന്നലത്തെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിച്ചതിനായിട്ട് നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഇന്നലെയും കേട്ടത്. ഇന്നലെ നമ്മൾ കേട്ടത് കംഫോർട്ടർ, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കേട്ടത്. ഇന്ന് അതിൻ്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ആമേൻ. ഈ കർത്താവ് ഈ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു വാക്യമാണ്.
ആമേൻ. ഈ ജനം ഹല്ലേലൂയ സ്തോത്രം കഷ്ടതകളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ആമേൻ നിരന്തരമായി ഉണ്ടാകുന്നതായ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ പോകുമ്പോൾ കർത്താവ് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പം നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വരാം, നമ്മുടെ മുമ്പിൽ ബുദ്ധിമുട്ടുകൾ വരാം, പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മുടെ ഹൃദയം ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കും. കലങ്ങിയ ഹൃദയമുള്ളവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആമേൻ. സ്ഥിരമാനസനെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇടയ്ക്ക് ടെൻഷൻ ഇല്ലായ്മ. ചിലരെ കണ്ടിട്ടില്ലേ, ചില സമയത്ത് ഭയങ്കര സന്തോഷം, ചില സമയത്ത് ഭയങ്കര ഉന്മേഷം, ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സ് തളർന്നു ആമേൻ ആകെ വല്ലാതെ. അങ്ങനെയുള്ളവരെ എങ്ങും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഒരു കമ്പനി ജോലിക്ക് വെക്കാൻ കൊള്ളത്തില്ല, ഒരു ഇന്ത്യൻ മിലിറ്ററിയിൽ എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം പിന്നെ അവരുടെ പ്രശ്നം, അവരുടെ ഹൃദയം ഉറപ്പില്ല. പക്ഷേ യോശുവയോട് പറഞ്ഞു, നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കും, എന്നാലേ നിന്നെക്കൊണ്ട് എനിക്ക് എൻ്റെ ജനത്തെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, പിശാച് നമ്മുടെ ഹൃദയം കലക്കി നോക്കാൻ, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നോക്കും, ടെൻഷൻ അടുപ്പിക്കാൻ നോക്കും. എന്നാൽ അതിൻ്റെ നടുവിൽ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം. കർത്താവ് പറയുക, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്തുവാ? നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്തവനാണ്. അവൻ ഏത് സാഹചര്യത്തെയും മാറ്റിമറിക്കുവാൻ കഴിയും. അവൻ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. വെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിഞ്ഞതുപോലെ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കാൻ കഴിഞ്ഞതുപോലെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് പ്രശ്നത്തിൻ്റെ മുകളിലും നിങ്ങൾക്ക് ജയം തരുവാൻ കർത്താവിന് കഴിയും. അവ ദൈവത്തിൽ വിശ്വസിപ്പീൻ. യേശു പറയാ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. കർത്താവ് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, കർത്താവിനറിയാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സാഹചര്യത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, വിശ്വസിക്കുക, ദൈവം നമ്മുടെ കൂടെയുണ്ട്. യഹോവ നമ്മുടെ സങ്കേതമാകുന്നു, യഹോവ നമ്മുടെ കോട്ടയാകുന്നു, അവൻ നമ്മുടെ കൈ പിടിച്ച് നമ്മളെ നടത്തുന്ന ദൈവമാകുന്നു. അതുകൊണ്ട് കലങ്ങിപ്പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, ആശയറ്റ സാധാരണക്കാരെ പോലെ ജീവിക്കരുത്, പ്രത്യാശയുള്ളവരായി ജീവിക്കണം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഹൃദയം കലങ്ങി പോകരുത്. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.